ഇന്റലിജൻസ് നമ്മുടെ കുർത്തയുടെ വീഡിയോ ആണ് കേട്ടോ. ഇത് സിമ്പിൾ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫാബ്രിക് ആണ്. അപ്പൊ ഈ ഒരു കളർ കോമ്പിനേഷനും ഫാബ്രിക്കും ഒക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. പിന്നെ വീനെക്ക് പാറ്റേൺ അതും നല്ല കറക്റ്റ് ആയിട്ടുള്ള ഒരു വീനെക്കാണ് കൊടുത്തേക്കുന്നത്. ഒത്തിരി അങ്ങ് ഡീപ്പും അല്ല, അന്ന് ഒത്തിരി കയറി നിൽക്കത്തില്ലാത്ത നല്ലൊരു നെക്ക് പാറ്റേൺ ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ലാർജ് തൊട്ടാണ് സ്റ്റാർട്ടിംഗ് സൈസ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ലാർജ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ശകലം ലൂസ് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾ നോർമൽ സൈസ് തന്നെ എടുത്താൽ മതി. അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇച്ചിരി 2 ടക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ഇച്ചിരി ലൂസ് ആണെങ്കിൽ നെക്സ്റ്റ് സൈസ് എടുത്താലും കുഴപ്പമില്ല. സെയിം സൈസ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോൾ ലാർജ് ഇട്ടിട്ട് കൈ ഒരു ശകലം കറക്റ്റായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് സൈസ് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. നെക്സ്റ്റ് സൈസ് എടുത്ത് 2 ടക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അടുപ്പിച്ച് കാണിക്കാം. ഇതിൻ്റെ ലേസ് വർക്കും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല കേട്ടോ. പ്രത്യേകിച്ച് കളർ കോമ്പിനേഷൻ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ബ്ലൂവും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് ഒരു ലീഫിന്റെ പാറ്റേണിലാണ് കൊടുത്തേക്കുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. ഇതല്ലേ ഈ ഒരു കോമ്പിനേഷൻ എപ്പോഴും അതിപ്പം ഈ ഒരു വൈറ്റ് എന്നല്ല ഏതിൽ ചെയ്താലും ഈ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കും. ആ ഒരു പീകോക്കിന്റെ ഒക്കെ ആ ഒരു പാറ്റേണിലാണ് പോയിരിക്കുന്നത്. പക്ഷെ ലീഫിന്റെ ആണ് ഡിസൈൻ വരുന്നത്. നെക്കിലാണെങ്കിലും ചെറുതായിട്ടൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയായിട്ട് ക്രോഷ്യ ലേസ് വർക്ക് കൂടെ വരുമ്പോഴത്തേനും നല്ലതായിട്ട് അത് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലതാട്ടോ. നമുക്ക് ഇടുമ്പോൾ തന്നെ എന്നാൽ സാധാ ഒരു ലുക്ക് തോന്നിക്കത്തുമില്ല. കാണുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ചെറിയൊരു ഇതിനൊക്കെയാണെങ്കിലും പോകാൻ പറ്റുന്ന രീതിക്ക്. അപ്പോൾ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. അത്യാവശ്യം തിക്കായിട്ടുള്ള ഫാബ്രിക്കാണ്. ശരിക്കും പറഞ്ഞാൽ കോട്ടണും ലിനനോട് ബ്ലെൻഡ് ചെയ്ത് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ. അപ്പോൾ ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല, നല്ല തിക്കാണ്. സാറിന് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് ഒക്കെ വരുമ്പോൾ ചിലപ്പം കുറച്ച് ട്രാൻസ്പെറൻറ്റ് വരത്തില്ല. പക്ഷേ ഇതിനങ്ങനെ ട്രാൻസ്പെറൻസിയും കാര്യങ്ങളൊന്നുമില്ല. 46 മിച്ചം ലെങ്ത് ഉണ്ട്. മെയിനായിട്ട് കളർ കോമ്പിനേഷൻ തന്നെയാണ് എടുത്ത് പറയേണ്ടത്. ഇതിൽ ഏത് ഷെയ്ഡ് വേണം നിങ്ങൾക്ക് ബോട്ടം യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് സൈസ് ലാർജ് തൊട്ടേ ഉള്ളൂ, ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ പോലെ നെക്സ്റ്റ് സൈസ് എടുത്തിട്ട് കുറച്ച് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ലാർജ് യൂസ് ചെയ്തിട്ട് എക്സൽ എടുത്തു കേട്ടോ. ഇതിൻ്റെ ലാർജ് തൊട്ട് 3X വരെ സൈസസ് ഉണ്ട്. നമ്പർ M918, റേറ്റ് 790 മാത്രമേ ഉള്ളൂ. 790.